എന്നതിൻ്റെ മെയിൻ റീസൺ SBR തന്നെയാണ്. വേറെ ഒരു റീസണും അല്ല, SBR തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ് റിൻഷ. ഐ എം എൻ ECCA സ്റ്റുഡൻറ്റ്. മാർച്ച് സെഷനിൽ ഞാൻ SBR ആയിരുന്നു. എനിക്ക് ACCA വന്നിട്ട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു ഡബിൾ. അതിനേക്കാളും എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഇപ്പോൾ SBR. ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBR ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫല്ല, അത് നല്ല ലെങ്തി പേപ്പറാണ്. നമ്മളൊരു സ്റ്റാൻഡേർഡും ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ മറ്റേ സ്റ്റാൻഡേർഡ് മറക്കാനും ഒക്കെ ചാൻസ് ഉള്ള പേപ്പറാണ് SBR. എനിക്ക് SBR എക്സാം നല്ല ടഫായിരുന്നു. അത്യാവശ്യം ടഫുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു എനിക്ക് SBR എക്സാം ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ര ഹോപ്പൊന്നുമില്ല മാർച്ച് സെഷൻ്റെ റിസൾട്ടിന്. അപ്പോൾ ജൂണിൽ എന്തായാലും ജൂൺ സെഷനിൽ എന്തായാലും AFM എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ അടുത്ത സെഷൻ SBR ഇൻ കേസ് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഴുതാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. കാരണം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ എഴുതണ്ട, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ ഈ SBRൻ്റെ തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വിചാരിച്ചിരുന്നേ വീഡിയോ പോലെ ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷേ SBR ഫെയിലാവോ എന്ന് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ള് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ SBR എക്സാം കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നു SBRൻ്റെ ആ ഒരു ടൈമിൽ. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയത്. SBR ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ആക്കാനൊന്നും ആരും ഉണ്ടാകില്ല. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു പാർട്ടിൽ ഞാൻ ലക്കിയായിരുന്നു. കാരണം നല്ലോണം ഹെൽപ്പ് ആക്കുന്ന 2 ആൾക്കാരെ എനിക്ക് കിട്ടി. അങ്ങോട്ടേക്കും ഡൗട്ട് ക്ലിയർ ആക്കുന്നു, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കിട്ടി ഡിസ്കസ് ആക്കുന്നു, എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് പഠിക്കുമ്പോൾ മെസ്സേജ് ആക്കുന്നു. അപ്പോൾ ആ ഒരു പാർട്ടിൽ എനിക്ക് ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്തു. കാരണം വെദർ പാസ് ഓർ ഫെയിൽ നമ്മളെ ഹെൽപ്പ് ആക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ SBR എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റ എടുത്തിട്ട് മെസ്സേജിലേക്ക് നോക്കിയപ്പോൾ കുറേ പേര് ഓൾ ദി ബെസ്റ്റ് അയച്ചിരിക്കുന്നത്. കാരണം ഈ സെഷനിൽ ഞാൻ ഒരു സ്റ്റോറി ഒന്നും ഇട്ടില്ല ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ SBR എക്സാം ഓർത്തെങ്കിൽ മെസ്സേജ് അയച്ചപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. പിന്നെ കുറേ പേര് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു, ടഫാണ് പറഞ്ഞപ്പോൾ ഇറ്റ്സ് ഓക്കെ നമുക്ക് അടുത്ത സെഷനിൽ സെറ്റാക്കാം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അവൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ആക്കി. അപ്പോൾ ആ മെസ്സേജൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എക്സാം ടഫായവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ സെഷനിൽ എഴുതാൻ പറ്റിയിട്ടില്ല നല്ലപോലെ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ എന്തായാലും പാസ്സാകാൻ പറ്റും. കാരണം നമ്മൾ 100% എഫേർട്ട് ഇട്ടിട്ടും നമുക്ക് എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മൾ പഠിക്കാനായിട്ടല്ലല്ലോ ടഫായത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിനി വീഡിയോസ് ഇടാം, പ്ലാൻ ആക്കുന്നുണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.